മലയാളികൾക്ക് ഈ കൊഞ്ചെന്ന് പറയുന്ന ഒരു വികാരമാണ് അല്ലേ? എനിക്കും അതുപോലെയാണ്. നിങ്ങൾക്ക് ഇനി കൊഞ്ച് കിട്ടുമ്പോൾ നിങ്ങൾ ഈ രീതിയിലൊന്ന് ഫ്രൈ ചെയ്ത് നോക്കൂ. ഒന്നുമില്ല, അല്പം എണ്ണ, ചീനച്ചട്ടിയിൽ അല്പം എണ്ണ ഒഴിച്ചിട്ട് അതിൽ കറിവേപ്പില, കൊച്ചുള്ളി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി ഇതെല്ലാം ഇട്ട് വഴറ്റിയ ശേഷം അല്പം തക്കാളിയും കൂടി ഒന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ടിട്ട് ഒന്ന് നന്നായിട്ട് വീണ്ടും ഒന്ന് വഴറ്റുക. അതിനുശേഷം നമുക്ക് നമ്മുടെ പൊടി ഇടാം. പൊടി മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മെയിൻ സാധനം നമ്മുടെ പെരുംജീരക പൊടിയാണ്. അത് ഇതിന് മസ്റ്റാണ് കേട്ടോ. അതിൻ്റെയാണ് അതിൻ്റെ മുന്നിൽ നിൽക്കുന്ന ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ പെരുംജീരകത്തിൻ്റെ പൊടിയാണ്. പിന്നെ ഉപ്പ് ഇതെല്ലാം ഇട്ട് പിന്നെ നമ്മളെ കൊഞ്ചും കൂടി ഇട്ടിട്ട് ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് കൊടുക്കുക. പിന്നെ ഉപ്പിടാൻ മറക്കരുത് കേട്ടോ, ഞാൻ പറയാൻ മറന്നുപോയി. എന്നിട്ട് ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തോണ്ടിരിക്കുക. എന്നിട്ട് ഇത് ഇങ്ങനെ വറ്റി 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 ഇങ്ങനെ ഡ്രൈ ആയിട്ട് വരും കേട്ടോ. നല്ല അടിപൊളി ഒരു മണമാണ് അപ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഡ്രൈ ആയി ലാസ്റ്റ് നമുക്ക് എത്രത്തോളം ഡ്രൈ ആക്കാം അത്രത്തോളം ഡ്രൈ ആകും കേട്ടോ. ചോറിൻ്റെ